ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടേമാണ് മോണ്ടസറി. ദാറ്റ് ഈസ് മോണ്ടസറി സ്കൂൾസ്, മോണ്ടസറി ട്രെയിൻഡ് ആയ ടീച്ചേഴ്സ്, മോണ്ടസറി കുട്ടികൾക്ക് നല്ലതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കോമൺ ആണ്. പലരും ഇവൻ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് കാണുന്ന സെർച്ച് ബോർഡ്സിൽ വരുന്നവരാണ് മോണ്ടസറി ബെസ്റ്റ് മോണ്ടസറി സ്കൂൾസ് ഫോർ ചിൽഡ്രൻ, വിച്ച് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. ഇതിൻ്റെതായ കുറെ എന്താണ് മോണ്ടസറി എന്നതിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പലർക്കും അറിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ മോണ്ടസറിയുടെ ഒരു ഫോം എന്താണ്, വാട്ട് ഇസ് ദിസ് സിസ്റ്റം ഓഫ് അപ്രോച്ച് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് മോണ്ടസറി? മോണ്ടസറി എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ ആണ്. ഡോക്ടർ മരിയ മോണ്ടസറി സയന്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, കുട്ടികളെ ഒബ്സർവ് ചെയ്തതിനു ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് മോണ്ടസറി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ആയതുകൊണ്ട് കുട്ടികളുടെ ഓരോ ഏജിലുമുള്ള ഡെവലപ്മെന്റൽ നീഡ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു എൻവയൺമെന്റ് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ട് ആണ് നമ്മൾ കേൾക്കുന്നത്. മോണ്ടസറി എന്ന് പറയുമ്പോൾ പലരും, ഞാൻ ഒരുപാട് പാരൻസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് മോണ്ടസറി ചെറിയ കുട്ടികൾക്ക്. ഇറ്റ്സ് എ പ്ലേ സ്കൂൾ. പ്ലേ സ്കൂൾ എന്നുള്ള ശരിക്കും മോണ്ടസറി ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ടാണ്. കാരണം ഇത് ഹ്യൂമൻ നീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഈ ഒരു അപ്രോച്ച് ഓഫ് ലേണിംഗ് ഉള്ളത്. അത് എങ്ങനെയാണ് കുറച്ചുകൂടി അതിനെ കുറിച്ച് പറയാം? ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നോർമലി നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ മോണ്ടസറി എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ച് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. 0 to 6 ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എൻവയൺമെന്റ് ഉണ്ട്. ഇതിന്റെ നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പ് വരുന്നത് 6 to 12 ആണ്. അങ്ങനെ ചെയ്യാൻ കാരണം 6 to 12 വരുന്ന ഏജ് കുട്ടികളുടെ ഡെവലപ്മെന്റൽ നീഡ്സ് അല്ല 0 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികളുടെ ഡെവലപ്മെന്റൽ നീഡ്സ്. അപ്പോൾ 6 ഇയേഴ്സിന് താഴെ വരുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക എൻവയൺമെന്റ് ആയിരിക്കും. 6 വയസ്സിന് ശേഷം വരുന്ന കുട്ടികൾക്ക് അവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് അനുസരിച്ചിട്ടുള്ള ഒരു എൻവയൺമെന്റ്. എലിമെന്ററി എന്നാണ് നമ്മൾ അതിനെ മോസ്റ്റ്ലി പറയുന്നത്. അത് കഴിഞ്ഞൊരു 12 to 18 വരുന്നത് അഡോളസെന്റ്. ഓഫ്കോഴ്സ് നമുക്കറിയാം അഡോളസെൻസിന്റെ നീഡ്സ് വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു മോണ്ടസറി എൻവയൺമെന്റ് ആണ് ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ ബർത്ത് ടു 6, ഈ ബർത്ത് ടു 6ന്റെ നീഡ്സ് ആയാലും ബേർഡ്സിന്റെ അവരുടെ റിക്വയർമെന്റ്സ് ആയാലും ഒക്കെ ഡിഫറെന്റ് ആണ് ഫ്രം 6 to 12. നമുക്ക് ആ ബർത്ത് തൊട്ട് 6 വരെയുള്ള കുട്ടികളുടെ നീഡ്സ് ഈ ഒരു പ്രായത്തിൽ എന്തുകൊണ്ടാണ്, എന്താണ് അവർക്ക് ആവശ്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോരോ കാര്യങ്ങളും. കാരണം അവർ ജനിക്കുമ്പോൾ ഒന്നുമില്ലാണ്ടാണ് ലോകത്ത് വരുന്നത്. ഒന്നുമില്ലാണ്ട് വരുന്നൊരു കുട്ടി നമ്മൾ കാണുന്ന ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു 3 വയസ്സിലേക്ക് എത്തുമ്പോൾ കുറേ കാര്യങ്ങൾ അവൻ അക്വയർ ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മുടെ അതിന്റെ നീഡ്സ്? 0 to 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു മേജർ ടാസ്ക് എന്ന് പറയുന്നത് സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞത് ഒന്നുമില്ലാതെയാണ് കുട്ടികൾ വരുന്നത്. ഒരു പേഴ്സണാലിറ്റി കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പൊ ആ കൺസ്ട്രക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റ്. അപ്പൊ അതിൽ തന്നെ 0 to 3 ഇയേഴ്സ് ആക്ച്വലി ഒരു കോൺഷ്യസ് അല്ലാത്ത രീതിയിലാണ് പോകുന്നതെങ്കിലും കുറെ കാര്യങ്ങൾ അവർ എൻവയൺമെന്റിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഡയറക്റ്റ്ലി അവരെ ഈ സമയത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു എൻവയൺമെന്റ്, ഹോമാണ് മിക്കവാറും ഒരു എൻവയൺമെന്റ് ആയിരിക്കുക. അപ്പൊ ആ ഹോം എൻവയൺമെന്റ് കൊടുക്കുന്ന അനുസരിച്ചിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പേഴ്സണാലിറ്റി താമസിക്കും. പിന്നെ 3 ഇയേഴ്സ് തൊട്ട് 6 ഇയേഴ്സിലേക്ക് വരുമ്പോഴേക്കും നോർമലി ചിലപ്പോൾ ഒരു ക്ലാസ് റൂം, ഒരു പ്ലേ സ്കൂൾ അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് കുറിച്ചെടുത്ത് പോയേക്കും. അപ്പോൾ ഈ 3 to 6-ല് 0 to 6 ഇയേഴ്സിൽ അവർ പഠിച്ചെടുത്ത കാര്യങ്ങളുടെ ഒരു എക്സ്പാൻഷൻ ആണ് ഈ 3 to 6 ഇയേഴ്സിൽ നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അവർ ഈ 0 to 6-ല് പഠിച്ചെടുക്കുന്നത്? എന്തൊക്കെയായിരിക്കും അല്ലേ? എന്തൊക്കെയാണ്? നമ്മൾ ബർത്ത്
ഗ്രോത്തിൽ ഈ ഹ്യൂമൻ വെൻ ഈസ് ബോൺ ഭയങ്കര പൊട്ടൻഷ്യലായിട്ടാണ് അവൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ അവൻ്റെ ചുറ്റുമുള്ള എൻവയൺമെന്റ് ആണ് അവനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ എൻവയൺമെന്റിൽ അവർക്ക് ലാംഗ്വേജ് ഈ സമയത്ത് ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികൾ കരയുമ്പോൾ അവൻ ഈ നമ്മൾ പറയുന്നത് തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുട്ടി ലാംഗ്വേജ് പഠിച്ചു തുടങ്ങും എന്നുള്ളതാണ്. പല പുരാണ കഥകളിലൊക്കെ അതിൻ്റെതായ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ അമ്മമാരെ സംസാരിക്കുന്നതായാലും ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നത് ഇതെല്ലാം അവൻ അങ്ങനെ തന്നെ അബ്സോർവ് ചെയ്യും. നമ്മൾ നമ്മളിപ്പോൾ മോണ്ടിസറിയിൽ പറയുന്നത് ചൈൽഡ് അബ്സോർബ്സ് ലൈക്ക് എ സ്പോഞ്ച് എന്നാണ്. അതുപോലെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അവൻ അബ്സോർബ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടി കരയാണ്, ആ കരയുന്ന കുട്ടി കരത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അപ്പൊ കരച്ചിൽ നിർത്തി ബിക്കോസ് വൈ അവർ ആ ലാംഗ്വേജിനോടുള്ള അവരുടെ ഒരു എന്താ പറയുക ഉള്ളിൽ അടങ്ങാത്തൊരു തേഴ്സ്റ്റ് ആണ് ഈ ഒരു പ്രായത്തിൽ കണ്ടുവരുന്നത് അല്ലേ. സോ അവരുടെ നീഡ്, വൺ ഓഫ് ദിയർ നീഡ് ഇസ് ഫോർ ലാംഗ്വേജ്. എത്രത്തോളം ലാംഗ്വേജ് നമ്മൾ റിച്ച് ആയി കൊടുക്കുന്നു അത്രത്തോളം കുട്ടികൾ അബ്സോർവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വൺ മേജർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ്. അപ്പൊ ആ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആളുകൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ആ ഭാഷ ഒരുപാട് കുട്ടികളോട് സംസാരിക്കേണ്ടതുണ്ട്. ഒരു 2 വയസ്സ് വരെ അവർ തിരിച്ചൊന്നും പറയുന്നത്, പക്ഷെ ഒരുപാട് ലാംഗ്വേജ് അവർ അബ്സോർവ് ചെയ്ത് ഒരു റിസെപ്റ്റീവ് സ്റ്റേജാണ്, അതിന് റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു 3 വയസ്സാകുമ്പോഴേക്കും യു ക്യാൻ സീ ഒരു എക്സ്പ്ലോഷൻ തന്നെ കാണും ലാംഗ്വേജ്. പക്ഷെ ആ 0 to 2 years അല്ലെങ്കിൽ 3 years എത്രത്തോളം ലാംഗ്വേജ് അവർ കേൾക്കുന്നു അതാണ് അവരെ ഈ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. പിന്നെയുള്ള ഒരു മേജർ കൺസ്ട്രക്ഷൻ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ അറിയാം നമുക്ക് മൂവ്മെന്റ് ആവശ്യമാണ്. അത് ആക്ച്വലി നമ്മൾ ആനിമൽസിനെ ഡിഫറെന്റ് ആക്കുന്നത് തന്നെ ഈ ഒരു മൂവ്മെന്റിന്റെ കാര്യം. ആനിമൽസ് എല്ലാം 4 ലെഗ്സിലാണ് നടക്കുന്നത്, നമ്മൾ 2 ലെഗ്സിലാണ് നടക്കുന്നത്. നമ്മൾ ഹാൻഡ്സ് ഫ്രീ ചെയ്യണം. ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. It is directly proportional to mental development. മൈൻഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ മൂവ്മെന്റ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് നമുക്കറിയാം എത്രത്തോളം മൂവ്മെന്റ് വരുന്ന അത്രത്തോളം അവർ ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് അവരുടെ മൈൻഡും ഡെവലപ്പ് ചെയ്യും. അപ്പൊ മൂവ്മെന്റ് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണ്ടിസറി എൻവയൺമെന്റിൽ നമ്മൾ ലാംഗ്വേജിനും മൂവ്മെന്റിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും, അതിനുള്ള ഫ്രീഡം കൊടുക്കും. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഏത് വേറൊരു ട്രഡീഷണൽ അപ്രോച്ച് ടു എഡ്യൂക്കേഷനിൽ പോയാലും എപ്പോഴും അതൊരു അഡൽട്ട് സെന്റേർഡ് ആണ്. അഡൽട്ട് പറയുമ്പോൾ സംസാരിക്കാം, അഡൽട്ട് പറയാതിരിക്കുമ്പോൾ സംസാരിക്കരുത്. അങ്ങനെയാണ് കണ്ടിട്ടില്ല. നമ്മൾ കുട്ടികൾ കുറച്ച് നടന്നു തുടങ്ങുമ്പോഴൊക്കെ എല്ലാത്തിനും ഒരു ഒക്കെ ഇപ്പൊ സ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ ഗേറ്റ് നിൽക്കും. പിന്നെ എന്താ പറയാ ഓരോന്നും അവര് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലായിടത്തും അവർക്ക് പോവാതിരിക്കാനും അവരുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്ന തരത്തിൽ ഇപ്പൊ പലപ്പോഴും പറയുന്നത് നമ്മൾ കുട്ടികളെ പണ്ടത്തെ കാലത്തൊക്കെ നിലത്ത് തറയിലാണ് പാല് തിരിച്ചാണ് കിടക്കുന്നത്. അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് അല്ലേ. ബെഡിൽ കിടക്കുമ്പോൾ ഒരു കുട്ടി കവളാൻ എടുക്കുന്ന ഒരു സമയവും തറയിൽ കിടക്കുന്ന സമയം ഡിഫറെന്റ് ആണ്. സോ ആ എൻവയൺമെന്റ് ഒരുപാട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ. മൂവ്മെന്റ് അത് റെസ്ട്രിക്ഷൻ വരുമ്പോൾ അവിടെ എല്ലാ സമയത്തും ഒരു ബ്ലോക്കാണ് സംഭവിക്കുന്നത്. അത് മോണ്ടിസറി എൻവയൺമെന്റ് ഒരു പ്രത്യേകതയാണ്. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടെന്ന് പറയും. കുട്ടികൾ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അവർ ലാംഗ്വേജ് മൂവ്മെന്റ് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ പറയും മൂവ് ചെയ്യേണ്ട, ഞങ്ങൾ അഡൽറ്റ്സ് പറയുന്ന സമയത്ത് മൂവ് ചെയ്യേണ്ടതാണ്. അത് ഈ ഒരു എൻവയൺമെന്റിൽ, അതായത് മോണ്ടിസറി എൻവയൺമെന്റിൽ there is freedom for language and